ഹലോ ഡോക്ടർ അബ്ദുൽ സലാം ഉമർ വിത്ത് യു. നമ്മൾ ഒരുപാട് കാലമായിട്ടുണ്ടാവും ബിസിനസ്സൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു സ്വപ്നമായിരിക്കും ഒരു 10-30 കൊല്ലമായി ക്ഷീണിച്ച് ഇനി മക്കളത് ഏൽപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് റിട്ടയർ ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു ചിന്ത ഉണ്ടാവും. ഈ മക്കളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, അതല്ലെങ്കിൽ ബിസിനസ്സിന് പണിവാളും. അതായത് ഒരു ബിസിനസ്മാന് അദ്ദേഹത്തിൻ്റെ മകനെ US വിട്ട് MBA ഒക്കെ പഠിപ്പിച്ച് ഭയങ്കര നല്ല കോളേജിൽ MBA ഒക്കെ പഠിപ്പിച്ച് എന്നിട്ട് അവൻ കഴിഞ്ഞ ഉടനെ അവനെ തിരിച്ചുകൊണ്ട് കൊണ്ടുവന്ന് കമ്പനീൻ്റെ ഡയറക്ടർ ബോർഡിൽ ചേർത്ത് അവനെ ബിസിനസ് അങ്ങോട്ട് ഏൽപ്പിച്ച് റണ്ണിങ്. അവന് ടെക്നിക്കലി ബിസിനസ്സിൻ്റെ ചില ഡോക്യുമെൻറ്റേഷനും കാര്യങ്ങളും MBA പഠിച്ച കാര്യങ്ങളൊക്കെ അറിയെങ്കിലും പ്രായോഗികമായിട്ട് ബിസിനസ്സിൻ്റെ ഒരു ഐഡിയ അവനില്ല. ബാപ്പ എങ്ങനെ ഇത് നടത്തി, അച്ഛൻ എങ്ങനെ ഇത് നടത്തിയത്, അച്ഛനുമായിട്ടുള്ള ഈ എംപ്ലോയീസിൻ്റെ ബന്ധം എങ്ങനെയാണ്, അതെങ്ങനെ ഒരു കൾച്ചറിൽ അത് പോകുന്നത്, അതുപോലെ തന്നെ പഴയ എംപ്ലോയീസും അച്ഛനും തമ്മിലുള്ള ഇമോഷൻസ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അറിയില്ല. ലാഭക്കച്ചവടമായിട്ടല്ല, ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പാവപ്പെട്ടവരുണ്ട്, അവർക്ക് വേറെ പണി അറിയില്ല. അത്തരം സെന്റിമെന്റ്സിലൊന്നും ഒരു കാര്യമില്ല. ബിസിനസ് ഇസ് ബിസിനസ്. അത് ലാഭത്തിനായിരിക്കണം, ലാഭത്തിലായിരിക്കണം. ഇവൻ ഓരോരുത്തരോട് ഷൗട്ട് ചെയ്യാൻ തുടങ്ങി, ഓരോരുത്തരെ പിരിച്ചുവിടാൻ തുടങ്ങി. അങ്ങനെ ബിസിനസ്സിൽ അവൻ്റേതായിട്ടുള്ള ടെക്നിക്കൽ മാറ്റങ്ങൾ ഒരുപാട് വരുത്തി. അതിനൊന്നും ഒരു പക്ഷേ ഇമോഷണൽ ടച്ചോ കൾച്ചറൽ ടച്ചോ അല്ലെങ്കിൽ വാല്യൂവിൻ്റെ അങ്ങനെ ഉണ്ടാവില്ല, ഒരു മൂല്യങ്ങൾ ഉണ്ടാവുമല്ലോ ഏതൊരു ബിസിനസ്സിനും. ആ മൂല്യങ്ങൾ കീപ്പ് ചെയ്യാത്തുള്ള ഒരുപാട് മാറ്റങ്ങൾ. ഏതായാലും കമ്പനി ഒരുപാട് താഴോട്ട് പോയി എന്ന് മാത്രമല്ല പല കടകളും പൂട്ടേണ്ടി വന്നു. ലാസ്റ്റ് വാപ്പയും ഇവനും തെറ്റും ചെയ്തു. എന്നിട്ട് അച്ഛന് വീണ്ടും ബിസിനസ്സിലേക്ക് തിരിച്ചു വരേണ്ട, ആ പ്രായമായ സമയത്ത് തിരിച്ചു വരേണ്ട ഒരു സാഹചര്യം വന്നു. ചുരുക്കി പറഞ്ഞാൽ മക്കളെ നമ്മൾ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് മറ്റൊരാൾ ചെയ്ത പോലെ അവൻ ആദ്യം താഴെ കൊണ്ടുപോയിട്ട് അവിടെ ലോഡിങ്ങിൽ ഇടണം. എന്നിട്ട് അവൻ ഫ്ലോറിൽ പണിയെടുക്കട്ടെ, എന്നിട്ട് അവൻ ഷെൽഫിൽ പണിയെടുക്കട്ടെ, എന്നിട്ട് അവൻ അസിസ്റ്റന്റ് മാനേജർ ആവട്ടെ, എന്നിട്ട് അവൻ പോയിട്ട് ഒരു ഷോപ്പിൻ്റെ മാനേജർ ആവട്ടെ, എന്നിട്ട് അവൻ 4 ഷോപ്പ് മാനേജർ. അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് 10 വർഷമോ 12 വർഷമോ കമ്പനിയുടെ താഴേക്കിടയിൽ നിന്ന് വളർന്നു വന്ന് മേലോട്ട് കയറിയാൽ മാത്രമേ ലോങ് ടേമിൽ ഈ കുട്ടികൾക്ക് ഈ ബിസിനസ് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ ഡേ ടു ഡേ വരുന്ന ചാലഞ്ചുകളും അല്ലെങ്കിൽ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് ഓപ്പറേഷണൽ പ്രാക്ടിക്കൽ ചാലഞ്ചസ് നേരിടാൻ അമേരിക്കയിൽ നിന്നോ UK നിന്നോ MBA പഠിച്ചു വന്ന ഈ കുട്ടിക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ആ ബിസിനസ് നമുക്ക് കാലശേഷം നിലനിൽക്കില്ല. അവൻ അതുകൊണ്ട് എഡങ്ങാറായി ലാസ്റ്റ് ഒട്ടു പോവുകയോ അത് പൂട്ടി പോവുകയൊക്കെ ചെയ്യും.